മിഡ് വീക്ക് എവിക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഗാർഡൻ ഏരിയയിൽ വെച്ചാണ് എവിക്ഷൻ നടന്നത്. അത് 7 പെഡസ്റ്റൽ ഉണ്ടായിരുന്നു. ആ പെഡസ്റ്റലിൻ്റെ പുറത്ത് 7 ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോരുത്തരും ആ ഓരോ പേരെഴുതിയ അവരവരുടെ പേരെഴുതിയ ബോംബിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിന്നിട്ട് എല്ലാവരും ഓരോ പ്ലെയറും കൂടി എടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പേര് വിളിക്കുന്നവരായിരിക്കണം അത് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യം ബിഗ് ബോസ് പറഞ്ഞത് ഷാനവാസിൻ്റെയും നെവിൻ്റെയും പേരാണ്. ബിഗ് ബോസ് പറഞ്ഞ് ഇതിൽ നിന്ന് ഒരാളാണ് എവിക്റ്റഡ് ആവുന്നത്. ഈ പ്ലെയർ കൊണ്ട് കട്ട് ചെയ്യുമ്പം പച്ച പുക ആ ബോംബിൽ നിന്നും വന്നാൽ സേഫ് ആകുകയും ചുമന്ന പുക വരുന്ന ആരാണോ അവർ എവിക്റ്റഡ് ആകുകയും ചെയ്യുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. എന്നിട്ട് ആദ്യം വിളിച്ചത് ഷാനവാസിനെയും നെവിനെയാണ്. അപ്പം നെവിന് മനസ്സിലായി നെവിൻ ഔട്ടാവും. മുഖമൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞ് രണ്ടുപേരോടും പ്ലെയർ എടുത്ത് കട്ട് ചെയ്തപ്പോൾ തന്നെ പച്ച പുക ചാടി. അങ്ങനെ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. തുള്ളിച്ചാട്ടവും നെവിന് കൂവലും ബഹളമൊക്കെ ആയിരുന്നു. നെവിൻ പ്രതീക്ഷിച്ചില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അനീഷിനോടും അനുമോളോടുമാണ് പറഞ്ഞത്. അങ്ങനെ കട്ട് ചെയ്യാൻ പറഞ്ഞു. അനുമോൾ കട്ട് ചെയ്യലും പച്ച പുക വന്ന്. പക്ഷേ അനീഷ് കട്ട് ചെയ്തിട്ട് അത് മുറിയുന്നില്ലായിരുന്നു ഒരു തരത്തിൽ. അനീഷിൻ്റെ കൈയെല്ലാം വിറച്ച് എങ്ങനെയൊക്കെ നോക്കിയിട്ടും കട്ടാവുന്നില്ല. അപ്പോൾ അനീഷിന് മനസ്സിലായി അനീഷാണ് ഔട്ടാവുന്നതെന്ന്. അത് കഴിഞ്ഞ് അക്ബറിനെയും നൂറയെയും ആദിലയും കൂടെ ബിഗ് ബോസ് വിളിച്ച് അവരുടെ ബോംബുകൾ കട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അക്ബറും ആദില അവർ 3 പേരും ഒരുമിച്ച് കട്ട് ചെയ്തപ്പം നൂറയുടെയും അക്ബറിൻ്റെയും ബോംബിൽ നിന്നും പച്ച പുകയും ആദിലയുടെ ബോംബിൽ നിന്നും ചുവന്ന പുകയും വന്ന് അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞ് ആദില ഔട്ടായിരിക്കുകയാണെന്ന്. അനീഷിനോട് പറഞ്ഞ് ആ ബോംബിന് ചെറിയ എന്തോ മിസ്റ്റേക്ക് പറ്റിപ്പോയത് കൊണ്ടാണ് അത് കട്ടാവാഞ്ഞത്. അനീഷ് സേഫാണെന്ന്. അങ്ങനെ അനീഷിന് സന്തോഷമായി. അപ്പോൾ അനീഷിൻ്റെ കട്ടാഞ്ഞപ്പോൾ ആദില അവിടെ ഇരുന്ന് കമൻറ്റ് പറയും. ആ സമയത്തും ആദില അനുമോളെ വിടുന്നില്ല. 2 പേരുടെയും കൂടെ അനീഷിൻ്റെയും കൂടെ വരണ്ട പുക അനുമോളുടെ അതിലോട്ട് വന്ന് കാണുമായിരിക്കുമെന്ന്. എന്നിട്ടും അവളുടെ വിളച്ചിൽ. പക്ഷേ അങ്ങനെ അവൾ ഔട്ടായിരിക്കുകയാണ് ഫിനാലയിലെത്താതെ. ബാക്കി കണ്ടസ്റ്റൻസൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അവരെല്ലാം സേഫായല്ലോ. അങ്ങനെ ഇന്ന് തന്നെ ആദില ഹൗസിനോട് വിട പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.